ചരിത്രവും ഐതിഹ്യവും വിളിച്ചോതുന്ന മലബാറിലെ ഒരു പ്രധാന ആരാധനാ കേന്ദ്രമാണ് മലപ്പുറത്തെ ത്രിപുരാന്തക ക്ഷേത്രം. വള്ളുവെക്കുന്നതിനും സാമൂതിരിയും തമ്മിൽ യുദ്ധം നടന്ന ഇടവും പിന്നീട് ഒത്തുതീർപ്പിലൂടെ ക്ഷേത്രം വിട്ടു നൽകിയതിന്റെയും എല്ലാം ചരിത്രമുണ്ട് ത്രിപുരാന്തക ക്ഷേത്ര സന്നിധിക്ക്. ജാതി മതഭേദമന്യേ ആരാധകരുള്ള ക്ഷേത്രത്തിൽ ശിവഭഗവാനാണ് മുഖ്യപ്രതിഷ്ഠ. മലപ്പുറം നഗരത്തിൽ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ത്രിപുരാന്തക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ മുഖ്യ പ്രത്യേകത എന്താണെന്ന് വിശ്വാസികൾ തന്നെ പറയും. കണ്ണാടി പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ശിവക്ഷേത്രമായ അതിപുരാതനമായ ക്ഷേത്രമാണ് ശ്രീ ത്രിപുരാന്തക ക്ഷേത്രം. പടിഞ്ഞാട്ട് ദർശനമുള്ള രൗദ്രഭാവത്തിലുള്ള ശിവഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. നഗരത്തിലെ പ്രധാന റോഡിൽ നിന്ന് വലിയ കവാടവും കടന്ന് അകത്ത് കയറിയാൽ പിന്നെ ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ്. ആലും മാൽത്തറയും കഴിഞ്ഞാൽ പിന്നെ പടിഞ്ഞാറ് ദർശനമുള്ള വട്ടശ്രീകോവിൽ ഇരിക്കുന്ന ശിവപ്രതിഷ്ഠ. ത്രിപുരാന്തക ഭാവത്തിലുള്ള ശിവൻ മുഖ്യപ്രതിഷ്ഠയും ഉപദേവന്മാരായി ഗണപതിയും വിഷ്ണുവും അയ്യപ്പനുമുണ്ട്. തൊട്ടടുത്ത് തെക്കുകിഴക്കായി കീഴ്ക്കാവിൽ ഭഗവതിയെയും തൊഴുതുമടങ്ങിയാലേ ക്ഷേത്ര ദർശനം പൂർത്തിയാകൂ എന്നാണ് വിശ്വാസം. കൃഷ്ണശില പാകിയ പ്രദക്ഷിണ വഴിയും പഴമയുടെ മുഖം നഷ്ടപ്പെടാത്ത നാലമ്പലവുമെല്ലാം ത്രിപുരാന്തക ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളിൽ ചിലതു മാത്രമാണ്. ഏറെ ചരിത്ര പ്രാധാന്യവുമുണ്ട് ക്ഷേത്രത്തിന്. ഏറനാടിന്റെ ആധിപത്യമുറപ്പിക്കാൻ സാമൂതിരിയും വള്ളുവക്കോനാതിരിയും തമ്മിലുള്ള യുദ്ധം നടന്ന ഇടം കൂടിയാണ് ഈ ക്ഷേത്രമുറ്റം. പിന്നീട് ഇരു രാജാക്കന്മാരും സന്ധി സംഭാഷണത്തിലൂടെ പ്രശ്നപരിഹാരം നടത്തിയതും ത്രിപുരാന്തകന് മുന്നിലാണെന്നാണ് പഴമക്കാർ പറയുന്നത്. നെച്ചിപ്പറമ്പത്ത് കാവ് എന്നാണ് ഈ ക്ഷേത്രഭൂമിയുടെ പഴയകാല നാമം. ആ ക്ഷേത്രത്തിൻ്റെ ഈ നെച്ചിപ്പറമ്പത്ത് കാവ് എന്ന ഭൂമിയിൽ ഒരു പശുവും കുട്ടിയും കിടക്കുന്നുണ്ട്. ആ പശു കിടക്കുന്ന സ്ഥലത്ത് അമ്മയെയും കുട്ടി കിടക്കുന്ന സ്ഥലത്ത് ഭഗവതിയെയും ത്രിപുരാന്തക ഭഗവാനെയും സങ്കല്പിച്ചാണ് ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ നിരവധി ചരിത്രങ്ങളുള്ളത്. ജനുവരി 2 മുതൽ 9 വരെയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നടക്കുന്നത്. ജാതിമത ഭേദമന്യേ ഏവർക്കും പ്രിയപ്പെട്ട മലപ്പുറത്തിന്റെ സ്വന്തം ആരാധനാ കേന്ദ്രം കൂടിയാണ് ത്രിപുരാന്തക ക്ഷേത്രം. ജീവാത്മാ പരമാത്മാക്കൾക്ക് മധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ ആമയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയുമെന്നാലൊരു ഭേദിയുമുണ്ടായി വരാം. ഇത്തരമരുൾ ചെയ്ത് കൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നോരു ശേഷം. ന്യൂസ് മലയാളം, മലപ്പുറം.